തദ്ദേശീയമായി നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ നവീകരിച്ചുകൊണ്ട് രാജ്യം പ്രതിരോധം ശക്തിപ്പെടുത്തിയതായി ഇറാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി ബുധനാഴ്ച ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സ് മിസൈൽ പട്ടണം സന്ദർശിച്ച വേളയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബാലിസ്റ്റിക് മിസൈലുകൾ എല്ലാ സാങ്കേതിക തലങ്ങളിലും നവീകരിച്ചതിലൂടെ ഇറാന് അതിന്റെ പ്രതിരോധ ശക്തി ശക്തിപ്പെടുത്താൻ കഴിഞ്ഞുവെന്നും IRGC എയ്റോസ്പേസ് ഫോഴ്സിന്റെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ മജീദ് മൗസവിക്കൊപ്പം സന്ദർശന വേളയിൽ അദ്ദേഹം പറഞ്ഞു. ശത്രുക്കളിൽ നിന്നുള്ള ഏത് ആക്രമണത്തെയും നേരിടാൻ ഇറാൻ തയ്യാറാണെന്നും മൗസവി വ്യക്തമാക്കി. 12 ദിവസത്തെ യുദ്ധത്തിനു ശേഷം അസമമായ യുദ്ധനയം സ്വീകരിച്ചും ശത്രുക്കൾക്കെതിരായ തകർപ്പൻ പ്രതികരണത്തിനുള്ള സന്നദ്ധത വർദ്ധിപ്പിച്ചും ഞങ്ങൾ ഞങ്ങളുടെ സൈനിക സിദ്ധാന്തത്തെ പ്രതിരോധത്തിൽ നിന്നും ആക്രമണത്തിലേക്ക് മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ജൂണിൽ കുറഞ്ഞത് 1064 പേരുടെ മരണത്തിന് കാരണമായ ഇറാനെതിരായ നിയമവിരുദ്ധമായ US-ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചത്. ജൂൺ 13 ഇസ്രായേൽ ഒരു പ്രകോപനവുമില്ലാതെ യുദ്ധം ആരംഭിച്ചു. അതേസമയം ഇറാൻ അമേരിക്കയുമായി ആണവ ചർച്ചകൾ ഏർപ്പെട്ടിരുന്നു. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് അമേരിക്കയും ആക്രമണത്തിൽ പങ്കുചേർന്നു. ഇതിന് മറുപടിയായി ഇറാനിയൻ സായുധ സേന അധിനിവേശ പ്രദേശങ്ങളിലുടനീളമുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെയും പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ US സൈനിക താവളമായ അൽ ഉദൈദിനെയും ലക്ഷ്യമാക്കി ആക്രമണം നടത്തി. അതിനുശേഷം ഇറാൻ തങ്ങളുടെ പ്രതിരോധ ആക്രമണ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിലേക്ക് നീങ്ങി. അമേരിക്ക ഈ മേഖലയിൽ വ്യോമ നാവിക സേനകളെ വിന്യസിക്കുകയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് ഈ മേഖല വീണ്ടും ഒരു സാധ്യതയുള്ള സൈനിക ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുകയാണ്. ഏതൊരു US ആക്രമണവും ഉടനടി പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുമെന്നും ഒരു പ്രാദേശിക യുദ്ധത്തിന് കാരണമായേക്കാമെന്നും ഇറാൻ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധം തടയുന്നതിനായി പ്രാദേശിക രാജ്യങ്ങൾ നയതന്ത്ര ശ്രമങ്ങൾ ആരംഭിച്ചതോടെ സംഘർഷങ്ങൾക്ക് നേരിയ അയവ് വന്നു. ടെഹ്റാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്കായി ഇറാനിയൻ US നയതന്ത്രജ്ഞർ വെള്ളിയാഴ്ച ഒമാനിൽ കൂടിക്കാഴ്ച നടത്തും. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ശത്രുക്കളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയാൽ വേഗത്തിലുള്ളതും നിർണായകവുമായ പ്രതികരണം ഉണ്ടാക്കുമെന്ന് ഈ ആഴ്ച ആദ്യം ജനറൽ മൗസവി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭീഷണികൾക്ക് ശക്തമായി മറുപടി നൽകാൻ ഇറാനിയൻ സായുധ സേന സജ്ജരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിജയത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ശത്രുവിന്റെ ഉപരിപ്ലവമായ ശക്തിയെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. കൂടാതെ ഏറ്റുമുട്ടലിനും പ്രതികാര നടപടിക്കും ഞങ്ങൾ പൂർണ്ണമായും തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്.